ഒരു നാടൻ ഉള്ളിവട ചെയ്താലും ഇപ്പോൾ ഒരു 4-5 സവോള എടുക്കുക. ഈ നടുക്കത്തെ ഇതങ്ങോട്ട് കളയുക. ഇനി അതങ്ങോട്ട് അരിഞ്ഞെടുക്കുക. സവോള അരിഞ്ഞെടുത്ത ശേഷം കുറച്ച് ഉപ്പ് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഞെരടിയെടുക്കുക. ഒരു 5 മിനിറ്റ് ഒന്ന് വെക്കുക. നമുക്കിതൊന്ന് ഞെക്കി പിഴിഞ്ഞെടുക്കുക. ഇതേപോലെ ഒരു കൊട്ടയ്ക്കകത്തിട്ട് കോരി അങ്ങോട്ട് ഇടാം. തിരിച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഒരു കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, ചെറിയ 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പെരുംജീരകം, 2 ടേബിൾ സ്പൂൺ കടലമാവ്, 2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് മുളക് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒരു ലേശം ഉപ്പ് പൊടിയും കൂടെ കൈകൊണ്ട് തന്നെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിനകത്ത് വെള്ളം ഒരു ശകലം പോലും ചേർക്കല്ലേ. ഈ ഒരു രീതി വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഒരു ചീനച്ചട്ടി കടായി എന്തോരം വെക്കുക. നമ്മൾ ഇതിന് ചേർക്കുന്ന വെളിച്ചെണ്ണയാണ് PM ഓയിൽ മിൽസിൻ്റെ ചക്കിലാട്ടിയ ശുദ്ധമായ വെളിച്ചെണ്ണയാണ് നമ്മൾ ഈ ഉള്ളിവടയ്ക്ക് വേണ്ടി ചേർക്കുന്നത്. നല്ല വെളിച്ചെണ്ണ തന്നെയാണ്. ചട്ടി ചൂടായതിന് ശേഷം ശുദ്ധമായ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിനുള്ള വലിപ്പം അനുസരിച്ച് കൈ കൊണ്ട് തന്നെ ഒന്ന് ഒതുക്കി ആ ചൂടെണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയ്ക്കകത്ത് കിടന്ന് 2 സൈഡ് നല്ലപോലെ ഫ്രൈ ആയതിനു ശേഷം അങ്ങോട്ട് കോരി ഇങ്ങോട്ട് എടുക്കുക. ഇത് കഴിക്കട്ടെ. ആദ്യമേ ഇഷ്ടമായിട്ടോ. അപ്പം നമ്മൾ ഈ വെളിച്ചെണ്ണയിലാണ് ഉള്ളിവടയൊക്കെ റെഡിയാക്കി കേട്ടോ. കാര്യം നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണെങ്കിൽ തീർച്ചയായിട്ടും ഏത് ആഹാരം വെച്ചാലും അതിന് ടേസ്റ്റ് കൂടും. നിങ്ങൾക്ക് ഈ വെളിച്ചെണ്ണ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ നമ്പർ ഇട്ടേക്കാം. നിങ്ങളൊന്ന് വിളിച്ചു വെച്ചാൽ മതി.